ഫലം ഉളവാക്കുവാനും വേണ്ട കൃപയും അനുഭവം ശക്തി ഞങ്ങൾക്ക് വേണ്ടമേ. പരിശുദ്ധമേ ഹൃദയം വഴിയായി ഞങ്ങൾ നമ്മെ സമർപ്പിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുകളിലേക്ക് വീഴുവാണമേ. ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അതിലെ പോലെ എപ്പോഴും എന്നേക്കുമേ. ആമേൻ. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്മസ് ആഘോഷത്തിൽ ഇപ്പോൾ ആയിരിക്കുകയാണല്ലോ. ക്രിസ്മസിൻ്റെ സന്ദേശത്തെക്കുറിച്ച് പലരും ചോദിച്ചു. എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം, നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തൊട്ടുമുമ്പുണ്ടായിരുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, അദ്ദേഹം ദിവംഗതനായ പാപ്പയാണ്. അദ്ദേഹം എഴുതിയ വളരെ മനോഹരമായൊരു പുസ്തകമാണ് നസ്രത്തിലെ ഈശോ. നസ്രത്തിലെ ഈശോ എന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് മാർപ്പാപ്പ ഇങ്ങനെ ചോദിക്കുകയാണ്, വാസ്തവത്തിൽ യേശു എന്താണ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്? എല്ലാവർക്കും സമാധാനമാണോ കൊണ്ടുവന്നത്? കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലോകത്തെയാണോ കൊണ്ടുവന്നത്? എല്ലാവർക്കും സുസ്ഥിതിയാണോ കൊണ്ടുവന്നത്? ചില രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പറയുന്നത് പോലെ സമത്വസുന്ദരമായ ഒരു ലോകമാണോ യേശു കൊണ്ടുവന്നത്? അപ്പോൾ ഈ പല കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അവസാനം മാർപ്പാപ്പ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്, ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, യേശു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ഇവയൊന്നുമല്ല. യേശു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തെയാണ്.
എന്ന ഒറ്റ വാക്കിലാണ് മാർപ്പാപ്പ അതിന് ഉത്തരം പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സന്ദേശം തന്നെയാണ്, ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു. അപ്പോൾ ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും മറന്നു കളയാൻ പാടില്ല. കാരണം ഇന്നത്തെ ലോകം ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു ലോകമാണ്, ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരു ലോകമാണ്. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നോക്കുക. ഈ ആത്മഹത്യകളുടെ ഒക്കെ എണ്ണത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മൾ നോക്കുക, എത്രയധികം മേഖലകളിൽ നമുക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. സാക്ഷരത മുതൽ അങ്ങോട്ട് എത്രയോ കാര്യങ്ങളിൽ നമ്മുടെ നാട് വളരെ മനോഹരമാണ്. എങ്കിലും ആത്മഹത്യകളുടെ എണ്ണത്തിൽ നമ്മൾ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വിരോധാഭാസമാണ്. അതിന് അടിസ്ഥാനപരമായ കാരണം ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു ജനത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്തവരുടെ പലരുടെയും കണക്ക് നോക്കുമ്പോൾ അതൊക്കെ സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിതിയുള്ള ഭവനങ്ങളായിരുന്നു എന്നുള്ളതും വളരെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അപ്പം അടിസ്ഥാനപരമായി ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു ലോകം, അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. രണ്ടാമതായിട്ട്, ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ മനുഷ്യൻ്റെ മഹത്വവും അവിടെ നഷ്ടപ്പെടുന്നു. മനുഷ്യൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന പല വഴികളും ഇന്നുണ്ട്. മദ്യമയക്കുമരുന്നുകൾ, തെറ്റായ ബന്ധങ്ങൾ എന്നിവയ്ക്ക് അടിമകളാകുന്ന മനുഷ്യർ അവർ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്, തങ്ങളുടെ മഹത്വം നഷ്ടപ്പെടുത്തുകയാണ്. ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ അവിടെ മനുഷ്യൻ്റെ മഹത്വവും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രൈസ്തവ കാഴ്ചപ്പാടനുസരിച്ചുള്ള ദൈവമെന്ന് പറയുന്നത് പാപികളെ തേടി വരുന്ന ദൈവമാണ്. വിശുദ്ധ അത്തനേഷ്യസ് എന്ന സഭാപിതാവ് ഇപ്രകാരം പറയുകയാണ്, ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യരെ ദൈവീകരിക്കുവാനാണ്, ദൈവത്തിൻ്റെ മേഖലയിലേക്ക് ദൈവീകരിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ ചാനലുകളൊക്കെ പ്രത്യേകിച്ചും കൊടുത്തിരിക്കുന്നൊരു കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റിയാണ്. അപ്പം മാർപ്പാപ്പ സെയിം സെക്സ് യൂണിയൻ അല്ലെങ്കിൽ സ്വവർഗ വിവാഹങ്ങളെ ആശീർവദിക്കാൻ അനുമതി കൊടുത്തു എന്ന് പറയുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അത് തെറ്റായൊരു കാഴ്ചപ്പാടാണ്. കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട് എപ്പോഴും അങ്ങനെയുള്ള തിന്മകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, ഒരിക്കലും സ്വവർഗ വിവാഹങ്ങളെ ഒന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല. മറിച്ച് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പാപത്തിൻ്റെ ബന്ധനത്തിൽ ഉള്ളവർ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ വേണ്ടി അവർ വരുമ്പോൾ, അവർ അങ്ങനെ വ്യക്തികളെന്ന രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു അനുഗ്രഹം, ഒരു ആശീർവാദം കൊടുക്കും തീർച്ചയായിട്ടും. എന്ന രീതിയിലാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അത് വിശദീകരണത്തിന് വേണ്ടിയാണ്. പാപത്തിൻ്റെ ബന്ധനത്തിലുള്ള ഒരാൾ അതിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് വ്യക്തികളെന്ന രീതിയിൽ വരുമ്പോൾ അവർക്ക് ആശീർവാദം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ മഹത്വമാണ്. ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ, ദൈവത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയും നമ്മൾ ബഹുമാനിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് മനോഭാവത്തോടെ നമുക്ക് മറ്റുള്ളവരെ എല്ലാവരെയും നോക്കിക്കാണുവാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ ക്രിസ്മസ് നൽകുന്ന സന്ദേശം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ആ ഒരു വലിയ സന്ദേശമാണ് എപ്പോഴും ക്രിസ്മസ് നൽകുന്നത്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. Gracias.